ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രേഡിങ് കൊണ്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ എന്താണ് ഒരു പവർഫുൾനെസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ തുക കൊണ്ട്, വളരെ കുറഞ്ഞ ഒരു ട്രേഡിംഗ് ക്യാപിറ്റൽ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര വരെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ട്രേഡിങ്ങിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല, ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ എടുത്ത് ചാടി ട്രേഡ് ചെയ്യുക എന്നതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ചെറിയൊരു ക്യാപിറ്റൽ മതി നമുക്ക് ട്രേഡിങ്ങിൽ ഒരുപാട് പൈസ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം, ഈ കോടീശ്വരനാവാൻ ലോട്ടറി എടുക്കുക എന്നൊരു കൺസെപ്റ്റാണ് മലയാളികളുടെ മനസ്സിലുള്ളത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണ്, പഠിക്കാൻ മനസ്സുണ്ട്, സമയമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു വളരെ ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല കൂടിയാണ് ട്രേഡിങ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഓപ്ഷൻ ട്രേഡിങ്ങിലൊരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ പറ്റി പുതിയതായ ആളുകളാണ്, ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു ട്രേഡിങ്ങിൽ ഞാൻ ആക്ച്വലി എടുത്ത തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിലവാക്കിയ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1397 രൂപയാണ് ഞാൻ ആകെ ചിലവാക്കിയത്. അതായത് 1397 രൂപയ്ക്ക് ഞാനൊരു നിഫ്റ്റി 50യുടെ 25 ജാൻ്റെ 21,500 പുട്ട് എന്ന് പറഞ്ഞൊരു ട്രേഡ് എടുത്തു. അപ്പോൾ എനിക്ക് ചിലവായ പൈസ 1397 രൂപയാണ്. പക്ഷേ ഞാൻ അന്നത്തെ ദിവസം തന്നെ അത് എക്സിറ്റ് ചെയ്തു. ഏകദേശം 600 രൂപ പ്രോഫിറ്റ് വന്നപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ആക്ച്വലി ഈ ഒരു ട്രേഡിൻ്റെ ഒരു എക്സിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, 1397 രൂപയാണ് ഞാൻ ചിലവാക്കിയത് ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ മാക്സിമം ലോസ്, അതായത് ഈ ഒരു ട്രേഡ് പരാജയപ്പെട്ടാൽ എനിക്കുണ്ടാവുന്ന മാക്സിമം ലോസ് എത്രയാണ്? 1397 രൂപ. ഓക്കെ, അതാണ് എൻ്റെ മാക്സിമം ലോസ്. ഇനി ഈ ഒരു 1397 രൂപ വിവിധ ദിവസങ്ങൾ, അപ്പോൾ ഇന്ന് ട്രേഡ് എടുത്തു, അത് കഴിഞ്ഞ ശേഷം പിറ്റത്തെ ദിവസം, അത് കഴിഞ്ഞുള്ളൊരു 2 or 3 ഡേയ്സിനുള്ള ഉണ്ടായ ചേഞ്ചസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമുക്ക് കാണാം, ഇതിൽ ഞാൻ എടുത്തപ്പോൾ എക്സിറ്റ് ചെയ്തത്, എന്നിട്ട് ഞാൻ എത്ര രൂപയ്ക്ക് എക്സിറ്റ് ചെയ്തു? 40 രൂപയ്ക്ക്. അതായത് 27 രൂപയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ, 1397 രൂപയാണ് ടോട്ടൽ. അതായത് 50 ക്വാണ്ടിറ്റി ഉള്ള ഒരു സംഭവത്തിന് ടോട്ടൽ 1397 രൂപയായിരുന്നു. അതിനുശേഷം ഞാൻ എക്സിറ്റ് ചെയ്തപ്പോൾ 40 രൂപ പെർ പ്രൈസ് വെച്ചിട്ട്, ഒരു പെർ ഷെയറിൻ്റെ പ്രൈസ് വെച്ച് ഞാൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം 2002 രൂപ, അങ്ങനെ ടോട്ടൽ 605 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 27 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു, 40 രൂപയ്ക്ക് എക്സിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 83 റുപ്പീസ് ആയിരുന്നു. ഓക്കെ, അത് ഞാൻ ഓവർനൈറ്റ് വാങ്ങിച്ചതാണ്. കാരണം എനിക്കത് ആക്ച്വലി ഹോൾഡ് ചെയ്യാം. ഇതിൻ്റെ എക്സ്പയറി ഡേ വരെ എനിക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ 83 രൂപയായി. കാരണം ഞാൻ എൻ്റെ ആ ഒരു ട്രേഡ് പിക്ക് ശരിയായിരുന്നു, ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ശരിയായിരുന്നു. പക്ഷേ ഞാനൊരു 600 റുപ്പീസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 50% അടുത്ത് പ്രോഫിറ്റ് വന്നല്ലോ. അപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സെയിം നിഫ്റ്റി 25 ജാൻ 21,500 പുട്ട്, അതിൻ്റെ ഒരു ഗ്രോത്ത് കാണിച്ചു തരാം. പിറ്റേ ദിവസമായിരുന്നപ്പോൾ ഇതിൻ്റെ ഈ ഒരു LTP എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് കാണാനുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിന് ഏകദേശം എത്ര രൂപയായി എന്നറിയാം? 106 രൂപയായി. അതായത് നമ്മൾ 27 രൂപയ്ക്ക് വാങ്ങിച്ച ആ ഒരു സംഭവത്തിൻ്റെ അത് 106 രൂപയായി. പിറ്റേ ദിവസം എത്തിയപ്പോൾ എത്രയായി? അത് അന്ന് തന്നെ വേറൊരു സമയത്ത് അത് 116 രൂപയായി. പിന്നെ അത് 147 രൂപയായി. പിന്നെ 176 രൂപയായി. അത് പിറ്റേ ദിവസം 200 രൂപയായി. പിന്നെ ഒരു 303 രൂപയായി. അതിനുശേഷം ലാസ്റ്റ് ആ ഒരു വാല്യൂ 21,500ൻ്റെ വാല്യൂ 323 രൂപ വരെ പോയി. ഓക്കെ, അതായത് വെറും 27 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച 1397 രൂപ ചിലവ് ക്യാപിറ്റൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ വാല്യൂ, അതായത് 27 രൂപയിൽ നിന്ന് 323 രൂപ ഒരു 2 or 3 ഡേയ്സിനുള്ളിൽ ഇത് മാറി. അത് വെറും 50 ഷെയറിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു ലോട്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോസിൽ സംസാരിക്കും, ലോട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും. അപ്പോൾ 27 രൂപയുടെ സാധനം എത്ര രൂപയായി? 323 രൂപയായി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് ആലോചിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഞാനത് വിറ്റില്ലായിരുന്നെങ്കിൽ, അപ്പോൾ ഞാൻ വാങ്ങിച്ച് 27 രൂപയ്ക്ക് ഹോൾഡ് ചെയ്യാണ്, എന്നിട്ട് ഞാൻ വിൽക്കാതെ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. 323 രൂപയാണ് പറഞ്ഞത്, അതിൻ്റെ 50. ഓക്കെ, 16,150 രൂപ വരെ ഇതിന് ടോട്ടൽ വെർത്തായി ആക്ച്വലി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, ഈ 1397 രൂപ ഏകദേശം 16,000 രൂപ വരെയായിട്ട് ഗ്രോ ചെയ്തു. അത് ഏത് കേസിലാണ്? ഒരു ലോട്ടിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങളൊരു ആലോചിച്ച് നോക്കുക, ഒരു 10 ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ എല്ലാം മൾട്ടിപ്ലൈ ബൈ 10 ആയി.
അപ്പോൾ ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്യാപിറ്റൽ യൂസ് കുറവാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ, ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. ലോസ് മിനിമൈസ്ഡ് ആണ്. ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1397 രൂപയാണ് എനിക്ക് പോകാവുന്ന മാക്സിമം എമൗണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയത് എത്ര രൂപയാണ് ഏകദേശം ഞാൻ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഏകദേശം 16,000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു വിചാരിക്കും ആ ഒരു എക്സ്ട്രീം ലൈക്ക് എത്ര രൂപ 1397 രൂപ അത് 323 രൂപ വരെയായിട്ട് വളർന്നു. അപ്പോൾ അത്രയധികം വലിയൊരു ഗ്രോത്ത് ഒരു 50 ഷെയറിൻ്റെ കാര്യത്തിലുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് പൈസ ക്യാപിറ്റൽ കൂടുതൽ മുടക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു ലോട്ടല്ല വാങ്ങിക്കുക, അവർ 10 ലോട്ട് 20 ലോട്ട് 100 ലോട്ടൊക്കെ അവരുടെ ക്യാപിറ്റൽ അനുസരിച്ച് അവർ വാങ്ങിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ലോട്ടറി അടിക്കുക എന്നല്ല കോടീശ്വരനാവാനുള്ള മാർഗ്ഗം. ഈ ട്രേഡിങ്ങിലൂടെ തന്നെ നമുക്കിതിന് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ എടുത്ത് ചാടി ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ വർക്കാവില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെപ്പറ്റി ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിക്കണം. അതിനുശേഷം നോർമൽ ട്രേഡിങ്, അതിനുശേഷം ഓപ്ഷൻ ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിങ്. അപ്പോൾ അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വളരെ വലിയൊരു മേഖല തന്നെയാണ് ട്രേഡിങ്. അപ്പോൾ ഇതിൽ മുഴുവൻ സമയം അല്ലെങ്കിൽ നന്നായി പഠിച്ച് ഒരുവിധം സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയൊരു ഫീൽഡാണിത്. ഇനി ഇതിൽ ട്രേഡിംഗ് ഞാൻ പറഞ്ഞ പോലെ ലോസ് വളരെയധികം വരാൻ സാധ്യതയുള്ളൊരു ഫീൽഡും കൂടിയാണ്. ഇപ്പോൾ സെബിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പറയുന്നത് 10 പേര് ട്രേഡ് ചെയ്യുന്നെങ്കിൽ, അതായത് റീറ്റെയിൽ, അതായത് നമ്മൾ സാധാരണക്കാരെ 10 പേര് ട്രേഡ് ചെയ്യുന്നെങ്കിൽ അതിൽ 9 പേരും ലോസിലാണ് അവരുടെ പൊസിഷൻസ് അവസാനിപ്പിക്കുന്നത്, ട്രേഡിങ് അവസാനിപ്പിക്കുന്നത്. അതായത് ഈ 10 പേരിൽ ഒരാൾക്കാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളും അതിലുണ്ടാകുന്ന നഷ്ടസാധ്യതകളും മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ആ ഒരാൾ അല്ലെങ്കിൽ നന്നായി പഠിച്ച് ചെയ്യുന്ന ഒരാൾ അവരാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതിൻ്റേതായ നഷ്ടസാധ്യതകളുണ്ട്. അത് കണ്ട് നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ വളരെ റിസ്ക് അനലൈസ് ചെയ്തിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്യണം. അല്ലാതെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇതിലിട്ട് ട്രേഡ് ചെയ്യുക എന്നല്ല നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടത്. പഠിച്ചിട്ട് നമ്മുടെ എന്താണോ റിസ്ക് നമുക്ക് എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള റിസ്ക്, ആ റിസ്ക് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. പിന്നെ തുടക്കത്തിൽ നമുക്ക് ഒരിക്കലും വലിയൊരു ട്രേഡിംഗ് ഇൻകം ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രേഡിംഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ കാണുന്നത് സ്ക്രീൻഷോട്ട്സ് ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് കാണിച്ചിരുന്നത് പേടിഎം മണിയുടെ ആപ്പിൽ നിന്നെടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. അപ്പം ട്രേഡിങ് എന്താണെന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പറ്റിയിട്ടും നമ്മളൊരു വീഡിയോ ഉടനടി ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അറിയില്ല. ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, അല്ലെങ്കിൽ അത് റെഫർ ചെയ്യാവുന്ന ആളുകളുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വീഡിയോ സീരീസ്, അതായത് ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ വളരെ ബേസിക്കായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതിനുശേഷം അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടിനെ പറ്റിയും, പിന്നെ ട്രേഡിങ്ങിൻ്റെ ഒപ്പം നമ്മൾ കാണിച്ച ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയും ഫ്യൂച്ചർ ട്രേഡിനെ പറ്റിയും, സാധാരണ ഇൻട്രാഡേ ട്രേഡിങ്, അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ്, അപ്പോൾ അതിന് ഇൻഡെക്സ് ട്രേഡിങ്, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സീരീസ് തന്നെ, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനടി തന്നെ നമ്മൾ സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ വരും ആഴ്ചകളിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ സെറ്റ് ഓഫ് വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് എങ്ങനെ വളരെ വലിയൊരു ക്യാപിറ്റൽ അല്ലെങ്കിൽ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം. ഇത്ര ആലോചിച്ചാൽ മതി. 27 രൂപയുടെ സാധനം 323 രൂപയായി. ഒരു 50 ഷെയറിൻ്റെ കേസിൽ തന്നെ ഏകദേശം 1300 രൂപ, ഏകദേശം 16,000 രൂപയുടെ അടുത്തെത്തി. അപ്പോൾ അതിന് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥ, നിങ്ങൾ നല്ല ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു മേഖലയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, നമ്മൾ കൃത്യമായ പഠനങ്ങളില്ലാതെയും കൃത്യമായ അറിവില്ലാതെയും ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോസിന് ഭയങ്കര ലോസായിരിക്കും. ലോസിന് സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ എത്ര പഠിച്ച് ചെയ്താലും ചില സമയങ്ങളിൽ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയോ അങ്ങനെയൊന്നും പോകണമെന്നില്ല. അപ്പോൾ അതും നമുക്ക് അതൊരു സൈക്കോളജി ഓഫ് എന്താ പറയുക, മാർക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഒരു മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാനെ പറ്റിയിട്ട് നമുക്കെല്ലാം ഒരു വരുന്ന വീഡിയോ സീരീസിൽ നമുക്ക് സംസാരിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.